ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം, നാട്ടിൽ നടക്കുന്ന പ്രധാന പ്രശ്നം സൂംബയാണ്. സ്കൂൾ വിദ്യാർത്ഥികളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒത്തൊരുമിച്ച് നിന്നിട്ട് സൂംബ, അല്പവസ്ത്രം ധരിച്ചിട്ട് സൂംബ ചെയ്യുന്നതാണ്, എന്നുവെച്ചാൽ ഒരു വ്യായാമം പോലെ ചെയ്യുന്നതാണ് ഇപ്പം ചിലവർക്ക് ക്രിമികടിയായി പറയുന്നത്. അത് മുസ്ലിം സംഘടനകളിലെ കുറച്ച് പേരാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിലൊരാൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കും. ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ്. മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് അല്പ വസ്ത്രധാരികളാണ്. അപ്പം വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ 19-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, കുറേ കൂടി ബാക്കിലേക്ക് പോകാം. മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അവിടുന്ന് പരിഷ്കരിച്ച് വന്നിട്ടാണ് മനുഷ്യർക്ക് വസ്ത്രം, കുടുംബ വ്യവസ്ഥ, ആൺ പെൺ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ച് നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യാം. ഈ പ്രായത്തിൽ ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീര ഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് 2025 ഇവര് നേരെ മുന്നോട്ട് പോവാതെ പുറകിലോട്ടാണ് പൊക്കോണ്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ സൂംബ എന്നുള്ള സാധനം അത് എന്താണ്, അല്ല അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഇവർ പോയി പഠിച്ചിട്ട് വരിക. എനിക്ക് ഈ ചങ്ങാതി പറയുന്നത് കേട്ടപ്പോൾ ഇയാൾ കണ്ടത് സൂംബ ഡാൻസ് ആയിരിക്കില്ല, വേറെ വല്ല തുണ്ടുപടങ്ങളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇങ്ങനെ പറയുന്ന ഇവരുടെ തന്നെ ഒരു സംഘടന MSFന്റെ ഒരു പരിപാടിയുണ്ട്. ആ ഒരു പരിപാടിയിൽ സൂംബയൊന്നും അല്ല, പക്ഷെ ഇങ്ങനെയുള്ള പാട്ടുകളിട്ട് സൂംബ കളിക്കാറുമുണ്ട്. ഒരു വ്യായാമത്തിന് വേണ്ടിയിട്ട് അത് സ്കൂളുകളിൽ ഒരു ഡ്രില്ല് പോലെ ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ MSFന്റെ ഒരു പരിപാടിയിൽ വിജയാഘോഷത്തിന്റെ പുറത്താണ് പോകുന്നുണ്ട്. അവർ ചെയ്ത ഇത് ഈ ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു. അപ്പൊ ഇത് ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്നിരുന്ന് കളിച്ചത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ അല്ലേ. അപ്പൊ കുറച്ച് പേരിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മൊത്തം പേരിന്റെ അടുത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന കാര്യം എന്താണ്? ഈ പറയുന്നവരൊക്കെ 3-4 കെട്ടിയവരാണെന്നുള്ള കാര്യം ആണ് ഏറ്റവും വലിയത്. ഇങ്ങനെയുള്ളവരാണ് പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് പ്രചോദനം. ഇത് പുതുതലമുറയ്ക്ക് ഇവര് പ്രചോദനമല്ല നൽകുന്നത്, അവരിനെ മൊത്തത്തിൽ ഇവരൊരു എന്താ പറയുക ഡിസെൻകറേജ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടിയാണ്. അതാണ് കുറച്ച് പേരിന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മൊത്തം പേരുടെ അടുത്ത് ഇത് അടിച്ചേൽപ്പിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ, അതും ഈ 2025 നിന്നുകൊണ്ട്.